ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തനി നാടൻ ഫുഡാണ്. ചക്കക്കുരുവും പരിപ്പും കൂടിയിട്ടുള്ള ഒരു കറിയാണ്. പരിപ്പും ചക്കക്കുരുവും കൂടിയിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ അരച്ചെടുക്കണം. ജീരകം നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർക്കാം. പരിപ്പ് ചേർത്തിട്ടുള്ള കറിയാവുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൽ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പരിപ്പ് വെന്ത് കിട്ടാൻ കുറച്ച് പാടാണ്. ചീനച്ചട്ടിയിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കടുകും കൂടി ചേർക്കണം. കായ്മുളക് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ കായ്മുളക് സ്റ്റോക്കില്ല. അതുകൊണ്ട് ഞാൻ കടുകും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ട് വറവ് കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ പരിപ്പ് ചക്കക്കുരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കായ്മുളക് കറിയിലില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്, സാരമില്ല. എന്നാലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മളുടെ ചക്കക്കുരുവും പരിപ്പും. ഇപ്പോഴത്തെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അതറിയില്ല. പക്ഷേ ഹെൽത്തി ഫുഡാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ. എനിക്ക് ഈ കറി മാത്രം കൂട്ടിയിട്ട് ചോറ് തിന്നാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാനിതിന് ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള മാങ്ങാ ചമ്മന്തി, അതായത് ചെമ്മീനിട്ട മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ആവശ്യമുള്ളത്രയും അളവിൽ തേങ്ങ എടുക്കാം. അത് പ്രത്യേകമായിട്ടൊരളവ് ഞാൻ പറയുന്നില്ല. ഏകദേശം ഇത് 2-3 ആൾക്കാർക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാനിപ്പോൾ തേങ്ങ എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്ക ചെമ്മീൻ ചേർക്കണം. പിന്നെ കുറച്ച് മാങ്ങയും ഓരോരുത്തരുടെ പുളിയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എടുത്താൽ മതി. മാങ്ങ ഞാൻ എടുത്തു കഴിഞ്ഞു. ഇത്ര മൂത്തത് ആവണമെന്നില്ല. ചള്ള മാങ്ങ ആയാലാണ് ഏറ്റവും ടേസ്റ്റ് കൂടുക. ഇത് കുറച്ച് ഉള്ള് മൂത്ത് വന്നിട്ടുണ്ട്. സാരമില്ല, നമ്മൾക്ക് കയ്യിൽ വേറെ ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇത്രയും അളവിലാണ് മാങ്ങ എടുത്തിട്ടുള്ളത്. ഇതേ അളവിൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. അത് മാങ്ങയുടെ പുളിയും കാര്യങ്ങളും ഒക്കെ നോക്കിയാണ് നമ്മൾ ചമ്മന്തിയിലേക്ക് ചേർക്കേണ്ടത്. ഓരോരുത്തരുടെയും എന്താ പറയുക, ചില ആൾക്കാർക്ക് പുളി കൂടുതലുള്ളത് ഇഷ്ടമാവും, ചില ആൾക്കാർക്ക് അധികം പുളി ഇഷ്ടമാവില്ല. ആ രീതിയിൽ വേണം നിങ്ങൾ മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉണക്ക ചെമ്മീനാണ്. ഇത് ഞാൻ പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പൊട്ടിച്ച് ചെറുതായി ചൂടാക്കി ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അതിൽ നിന്ന് ആവശ്യമുള്ളത് ഓരോ സമയത്ത് എടുക്കുകയൊന്നും ചെയ്യാം. ഇത് കുറച്ചധികം ഉണ്ട്. ഇത്രയൊന്നും നമ്മൾക്ക് ഈ ചമ്മന്തിയിലേക്ക് ആവശ്യമില്ല. ഇതിൻ്റെ പകുതി മതിയാവും. ഞാനിപ്പോൾ അതിൻ്റെ അളവ് കാണിച്ചു തരാം. ഇത്രയും അളവിലാണ് ഞാനിപ്പോൾ ചെമ്മീൻ എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഉപ്പും ചുവന്ന മുളകും കൂടി ചേർത്ത് നമ്മൾക്കിത് അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇതിൽ ചേർത്ത് കഴിഞ്ഞു. ഇത് നമ്മൾക്കിനി മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മളുടെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വളരെ കുഞ്ഞു ബോക്സിലേക്ക് ഇത് മാറ്റിയതാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന പരിപ്പ് കറി അങ്ങനെയുള്ള പച്ചക്കറികൾക്കൊക്കെ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് ഈ ചെമ്മീൻ ചമ്മന്തി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ.